ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ലൈഫ് വണ്ടർ ഈറ്റ്സ്. നമ്മളിതേ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് നവനീതും കൂടി പാനിയല്ലി പോരി വന്നേക്കോ കേട്ടോ. നമ്മൾ ബൈക്ക് റൈഡിന് ഇറങ്ങിയതാണ്. ഇന്ന് ഈദിൻ്റെ ഡേ ആണ്. ഇന്ന് ഈദ് ഡേ അവധി കിട്ടിയിട്ട് നമ്മൾ ഇറങ്ങിയേക്കാണ്. സോ ഹാപ്പി ഈദ് ടു എവരി വൺ. മിക്കവാറും വീഡിയോ ഞാൻ ഇറക്കി കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കണ്ടു കഴിയുമ്പോഴത്തേക്കും വർഷം ഒന്നാവും. ആരും ഈദൊക്കെ കഴിഞ്ഞ് അടുത്ത ഈദിൻ്റെ ഒരു സമയമായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഒരു അഡ്വാൻസ് ഹാപ്പി ഈദും കൂടെ. ഇത് ഫ്രണ്ട് നവനീത്. ഞങ്ങളിപ്പോൾ പണിയിൽപ്പൊരി ഒന്ന് വെള്ളത്തിലൊന്നും ഇറങ്ങാനുള്ള ജസ്റ്റ് മറക്കാണ്. ഇറങ്ങാനും പറ്റില്ല, എല്ലാ സ്ഥലത്തും നോ സ്വിമ്മിങ് അതും ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഗാർഡുകളുണ്ട് കുറേ പണ്ട് ഇങ്ങനെ കുറേ കേസുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ, കുറേ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ പിന്നെ പല സ്ഥലത്തും ഇങ്ങനൊരു സൈനുണ്ട്, കോഷൻ വൈൽഡ് എലിഫൻറ്റ്. പല സ്ഥലത്തും ഉണ്ട്, പക്ഷേ നമ്മൾ ഇതുവരെ അതൊന്നും കണ്ടില്ല. പക്ഷെ ആനപ്പിണ്ടം കിടക്കുന്നുണ്ട്, പഴയൊരു ആനപ്പിണ്ടോടാ ആണീതേ. പെട്ടെന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ബാക്കിൽ നിന്ന് ആന വന്നാൽ നീ എന്ത് ചെയ്യും? സത്യം പറയണ പോലെ ഞാൻ ഇങ്ങനെ കടന്നു കൊടുക്കും. ആണാ, ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് ബാക്കി പറയാം നിനക്ക്. ബൈക്ക് ഓടിച്ച് വരുമ്പോൾ നവനീതിനോട് ചോദിച്ച്, നവനീത് എന്താണ് ചെയ്യേണ്ടത് ആന പെട്ടെന്ന് മുമ്പോട്ട് ചാടിക്കഴിഞ്ഞാൽ? നവനീത് പറഞ്ഞ് കിടന്നു കൊടുക്കേ. അതാണ് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ അവനിപ്പോൾ പറഞ്ഞ ഡയലോഗ്. മറ്റേ കരടിയൊക്കെ വരുമ്പോൾ കിടന്നു കൊടുക്കുമെന്ന് പറയില്ല, അതുപോലെ. നല്ല കിളികളുടെ കൊച്ചുണ്ട് കേട്ടോ. നമ്മളിന്ന് പ്രകൃതിയിലോട്ട് അലിഞ്ഞു ചേരാൻ വേണ്ടി വന്നേക്കാണ്. നമ്മുടെ ഇതാണ് എൻ്റെ ഗൈഡ് ഇന്നത്തെ. അതുപോലെ ഇന്നത്തെ എല്ലാം ചിലപ്പോൾ നവനീതിൻ്റെ വകയാണെന്ന് നവനീത് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു നവനീത്. ചെക്കൻ അവൻ്റെ സാലറി ഒക്കെ കിട്ടിയിട്ടിരിക്കുകയാണ്. ഓ, നമുക്കെടാ മോളിക്കാരടാ ട്രീ ഹൗസ്. ഓ, ഇവിടെ ആൾക്കാരൊക്കെ കുളിക്കാനുണ്ട് കേട്ടോ. നോ സ്വിമ്മിങ് എന്ന് പറഞ്ഞാലും ഇച്ചിരിയൊക്കെ സ്വിമ്മ് ചെയ്യാൻ തോന്നുന്നു. ചുമ്മാ കയ്യും കാലൊക്കെ നനയ്ക്കാ. ദേടാ പാലം. വാ, അതിന്റെ മുകളിൽ നല്ല ബ്ലോക്ക്. അല്ല, അവിടെയൊക്കെ പാലങ്ങളുണ്ട്. ഇത് തന്നെ അപ്പുറത്തോട്ട് പുഴയുണ്ട്. ആ താഴത്ത് ചെന്ന് കഴിയുമ്പോൾ പുഴയുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്ത് മഹാഗണി തോട്ടം എന്നൊരു സ്ഥലമുണ്ട്. ആ മഹാഗണി തോട്ടമാണ് പുലിമുരുകൻ സിനിമയിലൊക്കെ കാണിച്ചേക്കുന്നത്. ഇതാണെന്നല്ല, പക്ഷെ മഹാഗണി തോട്ടം ആ പുഴയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് താഴത്തോട്ട് പോകുമ്പോൾ കാണാം. ഇപ്പോൾ സമ്മറിൻ്റെ സമയം കൂടി കാരണം വെള്ളം കുറവാണ്. അതിനൊപ്പം തന്നെ നല്ല ചൂടാട്ടോ, നല്ല ചൂടുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ ആൾക്കാർ പോയിരിക്കുന്നുണ്ട്. അതിങ്ങനെ ലൈനും വലിച്ചു വെച്ചിട്ടുണ്ട്, കയറി കെട്ടിയിട്ടുണ്ട്. സത്യം കേട്ടോ, ഒരു മഴയും ഒരു കട്ടൻ ചായയും
നല്ല അടിപൊളി സ്ഥലം പൊസിഷൻ. കൊള്ളാം. നോക്കി ഇറങ്ങാം കേട്ടോ. അനിക്കൊക്കെ വ്ളോഗിൽ ഞാൻ കാലിട്ട് തലക്ക് പറന്നു വീണത് അത് കണ്ടല്ലോ. പിന്നെ ഞാനും കൂടി ഇറങ്ങട്ടെ. ഒന്നും പറ്റാണ്ട് താഴെ എത്തിക്കഴിഞ്ഞാൽ വ്ളോഗ് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. നല്ല ട്രീ ഹൗസ്. ടാറ്റാ. റൈറ്റിലേക്ക് മാക്സിമം വീഡിയോ എടുക്കാണ്ട് നോക്കാണ്. കുറേ പേര് കുളിക്കുന്നുണ്ട്. വിട്ടാലോ ഇത്? അയ്യോ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഓൺ ദ വേ ബാക്കാണ്. നടന്ന് വന്നപ്പോൾ ഈ ഒരു നാടൻ തട്ടുകട. ചേച്ചി നാരങ്ങളുണ്ടോ? രണ്ട് കാര്യങ്ങൾ. നന്നാരി ഉണ്ടോ സർബത്തായിട്ട്? എടുത്തോ, 2 നാരങ്ങ ഉണ്ടോ? നല്ല സ്പോട്ട്. ചൂടത്ത് കറക്റ്റ് കേട്ടോ. കറക്റ്റ് ഒരു നാരങ്ങ വെള്ളം കിട്ടി. നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ ഏരാറ്റുമുഖം സൈഡിലോട്ട് വന്നേക്കുവാണ്. നമ്മളൊരു ബൈക്ക് റൈഡ് ഉണ്ട്, ഗ്ലൗസും എല്ലാം ഉണ്ട്. ബൈക്ക് റൈഡ് ചെയ്ത് ഇങ്ങോട്ട് വന്നു. ഒരു ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞാണ് വന്നത്. വേണ്ടല്ലേ ഇങ്ങനെ പന ഇങ്ങനെ നട്ട് വെച്ചേക്കാം. മൊത്തം ഇത് പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ഇത് മൊത്തം ഇവിടേക്കൊരു ക്ലോസ് ടു 1 hour ഡ്രൈവ് ഉണ്ടായിരുന്നു. കുറേ പേരുണ്ട് ഇങ്ങനെ റൈഡേഴ്സായിട്ട് തന്നെ കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. എന്നോട് ഇതിൻ്റെ എത്രാമത്തെ പ്രാവശ്യമാണ് ഇങ്ങോട്ട്? 10ാം തവണയാണ് ഇങ്ങോട്ട്. ആനപ്പിണ്ടൊക്കെ കിടക്കണ്ടോ? അതായത് അവിടെ ശരിയാണല്ലോ. എവിടെ പോയാലും ആനപ്പിണ്ടാണ് സ്പോട്ട് ചെയ്യണം. ബോട്ടിലൊന്നും അധികം കാണാനില്ല. ഇത് കണ്ട റൈഡേഴ്സ് തന്നെ കണ്ട. ഇങ്ങനെ കുറേ പേര് റൈഡിനായിട്ട് ഈ ഭാഗത്തോട്ട് വരുന്നുണ്ട്. കുറേ പേര് വരുന്നുണ്ട്. ചേച്ചി പേരാണെങ്കിലും കുറേ പേര് വരുന്ന ഒരു സ്ഥലമാണ്. എടുക്കാൻ വേണ്ടിയുള്ള ഒരു പറ്റിയ സ്പോട്ടായിട്ട് തോന്നി. ആക്ച്വലി ഈ വഴി ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല സ്പോട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഈ പനയുടെ ഇടയിൽ കൂടെ നമുക്ക് പുഴ കാണാം. നല്ലൊരു അടിപൊളി സ്പോട്ടായിരുന്നു. പക്ഷേ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി കാരണം ഒരു മരം വെച്ച് അടച്ചിട്ടുണ്ട് ആ വഴി. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. കൊള്ളാമല്ല. ദിവസമുണ്ട്. നമ്മുടെ ഇതിൻ്റെ സ്ഥിരം സ്ഥലമായിരുന്നു എന്നാണ് അവൻ പറഞ്ഞത്. സ്ഥിര സ്ഥലമല്ല, ഇവിടേക്ക് ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. ആണോ? ഇല്ലീഗൽ സ്ഥലമാണ്. ഇല്ലീഗലോ? ഇല്ലീഗൽ എൻക്രോച്ച്മെന്റ് ഓൺ പ്രൈവറ്റ് പ്രോപ്പർട്ടി. അതെ, മറ്റേ താഴെ കൊടുക്കാം, പ്ലീസ് ഡോണ്ട് ഡു ദിസ് എന്ന് പറഞ്ഞിട്ട് പാരന്റൽ അഡ്വൈസറി കിട്ടാലോ. ഗോപ്രോ വാങ്ങിക്കണം. വണ്ടി മൊത്തം എത്ര കിലോമീറ്ററായി? 1500 ആവും പോണുള്ളൂ. എന്തായാലും 1500 കംപ്ലീറ്റ്. ഞാൻ മാറ്റിത്തരാം. ഓക്കെ ഗൈസ്, അടുത്ത സ്പോട്ടിലേക്ക് ബൈ ബൈ. നമ്മുടെ സിൽവർ സ്റ്റോമാണ് കേട്ടോ അത്. മണം അടിച്ചിട്ട് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ട് എനിക്ക്. ഒരു പഴംപൊരി കഴിച്ചാലോ? സ്ഥലം എങ്ങനെയുണ്ട്? ഓ, നമ്മൾ അവിടെ നിന്നിട്ടാണോ ഫോട്ടോ എടുത്തത്? ഇങ്ങോട്ട് വന്നു. ഓ യ്യ,
അപ്പോൾ നമ്മൾ ഒരു റൈഡൊക്കെ കഴിഞ്ഞ് ഇപ്പം അങ്കമാലി തിരിച്ചെത്തി. നവനീത് അങ്കമാലിക്കാരനാട്ടോ. ഫെഡറൽ സിറ്റിയിലാണ് അവൻ്റെ വീട്. അഡ്രസ്സും കൂടി പറഞ്ഞു കൊടുക്കട്ടെടാ, എല്ലാവരും അവിടേക്ക് ചെന്ന്. പ്രൈവസി റീസൺസ്. നമ്മളിപ്പോൾ അത് ചായ പിടിക്കാൻ ഒരു കടയിൽ കയറി ഫുഡും കഴിച്ച് നമ്മളിപ്പോൾ തിരിച്ചിനി മതിയാക്കാണ്, തിരിച്ച് വീട്ടിലേക്കാണ്. ഓക്കെ, നവനീത് എങ്ങനെയുണ്ടായി മൊത്തം പരിപാടി? ക്ഷീണിച്ചു പോയി ഞാൻ. അടിപൊളിയായിരുന്നു, പക്ഷെ ക്ഷീണിച്ചു പോയി. അതെ, ബൈക്ക് റൈഡ് ഒക്കെ രസമാണ്, പക്ഷേ ഈ വെയിലുണ്ടെങ്കിൽ അല്ലേ സ്റ്റാമിന വേണം. എന്നെ പോലത്തെ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബിഗിനേഴ്സിന് ഇച്ചിരി ബുദ്ധിമുട്ടാവും. എന്തായാലും ഇതൊരു തുടക്കം മാത്രം അല്ലേ നവനീത്? അടുത്ത റൈഡിലൂടെ നമുക്കിനി ബാക്കി കാണാം. അൺടിൽ ദെൻ സീ യു. ബൈ ബൈ. ഒരു ബൈ ഒക്കെ പറയണം. ബൈ ബൈ. ലൈഫ് വണ്ടർ.